ദൈവമേ എന്നെ കാത്തോണേ. ഡേ നില്ലടേ. നീയൊക്കെ ഈ ബസ്സിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നിനക്കൊക്കെയുള്ള അനുഗ്രഹവും പെറുക്കി ഈ ബസ്സിന്റെ പിറകെ ഓടണോടെ. കൊള്ളാല്ല. എനിക്ക് മാത്രം പെണ്ണില്ല, ആ മുട്ടേന്ന് വിരിയാത്ത ചെറുക്കന് വരെ പെണ്ണുണ്ട്. അവന് കഴിവുണ്ട്, നിനക്കെന്തുണ്ട്? ഞാൻ മാട്രിമോണിയം നടത്തണം, നീ പോയാണ്. ദൈവമേ എന്റെ മോനെ ഒരു അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ്. എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ പിരിക്കണം. തുപ്പിത്തിരിഞ്ഞ് ഞാനും ആ യേശുവിളേനും ശിവൻ ബ്രോയും ഒക്കെ എന്ത് ഒത്തൊരുമയോടെ പോകുന്ന ആൾക്കാരെന്നറിയാം. നീയൊക്കെയാണ് ഈ ജാതിയും മതവും പറഞ്ഞ അടി ഉണ്ടാക്കുന്ന. നിന്നെയൊക്കെ ഉണ്ടാക്കിയ നേരത്തെ വല്ല ഡിനോസർ കുഞ്ഞിനെ ഉണ്ടാക്കി വിട്ടാൽ മതിയായിരുന്നു. എനിക്ക് മാത്രം എന്താ ദൈവമേ എപ്പോഴും പ്രശ്നം? ആ വാ കുറച്ച് അടച്ചു വെക്കണം സ്ത്രീയെ. പകുതി പ്രശ്നം അവിടെ തീരും. നിങ്ങളുടെ വായാണ് മെയിൻ പ്രശ്നം. എന്റെ ദൈവമേ. എന്തോ അയ്യേ, കുളിച്ച് കഴിഞ്ഞിട്ട് വിളിക്കടാ വൃത്തിയിട്ടവനെ. എന്റെ പൊന്ന് ദൈവമേ, എന്തോത്തിനായിരുന്നു ഇവളെ എന്റെ തല കെട്ടിവെച്ചേ. എടാ ഒതളങ്ങാത്തലയാ. 3 വർഷം മുന്നേ അവളെ കിട്ടിയില്ലേ നീ ചത്തോളെന്ന് പറഞ്ഞ് കടലിൽ പോയി ചാടാൻ നിന്നപ്പോ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. കേട്ടോ? നീ അനുഭവിച്ചോ? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. ദൈവമേ ഇച്ചിരി സമാധാനം തരൂ. ഇപ്പൊ തരാം, തെക്കോട്ട് നോക്കിയിരുന്നു. നെക്സ്റ്റ്. ദൈവമേ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, എങ്ങനെയും സെറ്റ് ആക്കോ. ദോ തെങ്ങ് കണ്ട? ആ അത് പോയി കുലുക്ക്. അപ്പൊ അതിന് തേങ്ങ ഒന്ന് വീണ് നീ അങ്ങ് തീരും. വല്ല പണിക്കുമ്പോഴേ ഞാൻ എന്തൊന്ന് റിസർവ് ബാങ്ക് നടത്തുന്ന അവന് ചോദിക്കുമ്പോ പൈസ വെച്ചിടിച്ചു തരും. പോ. ദൈവമേ സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, ഞാൻ വിശ്വസിക്കും. മിണ്ടിപ്പോരുത് നീ. നിന്റെ ലൈഫ് ഒന്ന് റീവൈൻഡ് ചെയ്ത് കാണണമെങ്കിൽ ഞാനത് സെൻസർ ബോർഡിനെ വെച്ച് കട്ട് ചെയ്യണം. മനസ്സിലായോ? ഇതേ ഒരു മര്യാദ ഇല്ലേടേ. ഒരാളിത് മുഴുവൻ ഇരുന്ന് കാണേണ്ടയാണെന്നൊരു ബോധം നിനക്ക് വേണ്ടേ? മ്ലേച്ഛം. ശിവശംഭോ ശിവശംഭോ ശിവശംഭോ.